ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് കിച്ചൺ ടിപ്സാണ്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പൊട്ടിയിട്ടുള്ള മുട്ട പുഴുങ്ങാൻ വെക്കുന്ന സമയത്ത് അപ്പോൾ എഗ് വൈറ്റ് മൊത്തം പുറത്ത് വന്നിട്ട് മുട്ടയുടെ ഷേപ്പൊക്കെ മാറി നമുക്ക് നല്ല രീതിയിൽ പുഴുങ്ങിയെടുക്കാൻ പറ്റാറില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുഴുങ്ങാൻ വെക്കുന്ന വെള്ളത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പുഴുങ്ങിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ പുഴുങ്ങുന്നത് പോലെ തന്നെ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് പുഴുങ്ങിയെടുക്കാൻ പറ്റും. ഇത് ഞാൻ അങ്ങനെ പുഴുങ്ങിയെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ എഗ് വൈറ്റ് ഒന്നും പുറത്ത് വന്നിട്ടില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പരിപ്പ് വേവിച്ചെടുക്കുന്ന സമയത്ത് കറിയിലേക്കൊക്കെ വേണ്ടിയിട്ട് പരിപ്പ് വേവിച്ചെടുക്കുന്ന സമയത്ത് കുക്കറിലെല്ലാം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിളച്ച് പുറത്ത് ചിന്താറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിപ്പ് വേവിച്ചെടുക്കുന്ന സമയത്ത് ആ വെള്ളത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിലോ നെയ്യോ എന്തായാലും ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തിളച്ച് ചിന്താറില്ല. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുറത്ത് പോകാതെ തന്നെ പരിപ്പ് വേവിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ മുട്ട ബോയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് അതിൻ്റെ തൊലി കളയാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോയിൽ ചെയ്യുന്ന വെള്ളത്തിലോട്ട് ഒരു ചെറിയ പീസ് നാരങ്ങ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ അങ്ങനെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനത് നേരെ തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത ശേഷം നമ്മൾ മുട്ടയുടെ തൊലി കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കോഫിയുടെ പൗഡറൊക്കെ വാങ്ങിക്കുന്ന ബോട്ടിലിൻ്റെ ഒരുപാട് ദിവസം നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകും. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ തന്നെ പറ്റാണ്ടാവും. അപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കവർ അല്ലെങ്കിൽ ക്ലിം റാപ്പ് ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത്. അത് വെച്ചിട്ട് നന്നായി ഒന്ന് കവർ ചെയ്യുക. ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം ഇങ്ങനെ കേടുകൂടാതെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, പല്ലിയുടെ ശല്യം നമുക്ക് എങ്ങനെ ഇല്ലാണ്ടാക്കാം. കിച്ചണിലൊക്കെ പല്ലി വരുന്നത് കാണുമ്പോൾ നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് പൊടിക്കൈകളൊക്കെ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ ഒന്നും സക്സസ് ആയിട്ടില്ലായിരുന്നു. ഈ ഒരു രീതി നോക്കിയപ്പോൾ നല്ലൊരു മാറ്റം കണ്ടിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി എടുത്ത ശേഷം നമ്മൾ അതൊന്ന് ചതച്ചെടുക്കണം. തൊലി കളയൊന്നും വേണ്ട, ഇല്ലാണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. എവിടേക്കാണോ പല്ലികൾ വരാറുള്ളത് ആ സ്ഥലങ്ങളിലൊക്കെ ഇത് ചതച്ച വെളുത്തുള്ളി കൊണ്ടുപോയി വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ സ്മെല്ല് കാരണം പല്ലികളൊന്നും വരാറില്ല. ഞാനിങ്ങനെ ചെയ്തിട്ട് എനിക്ക് നല്ല മാറ്റം കണ്ടിട്ടുണ്ട്. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്കിതെടുത്ത് മാറ്റി കളയാം. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെറുനാരങ്ങ കൂടുതൽ ദിവസം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കേട് വന്ന് പോകാറുണ്ട്. അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിലും അത് പെട്ടെന്ന് കേട് വന്ന് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ കേട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ നമ്മൾ നാരങ്ങ ഇട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം നമുക്ക് കേട് വരാണ്ട് നാരങ്ങ സൂക്ഷിക്കാൻ പറ്റും. അങ്ങനെ അല്ലാതെ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ, നമ്മൾ അലൂമിനിയം ഫോയിൽ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നന്നായി റോൾ ചെയ്ത ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചായക്കപ്പിൻ്റെയൊക്കെ ഉള്ളിലായിട്ട് ചായയുടെ കറ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളത് പോകാനായിട്ട് നമ്മൾ സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്തിട്ട് ഒരുതി പൂക്കാണ് പോവാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ സ്ക്രബ്ബർ യൂസ് ചെയ്യുമ്പോൾ കപ്പിനകത്ത് കൂടുതൽ സ്ക്രാച്ചസ് ഒക്കെ വരും. അപ്പോൾ പിന്നെയും ചായ ഒഴിച്ച് കഴിക്കുന്ന സമയത്ത് ചായയുടെ കറ കൂടുതലായിട്ട് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്ത് കപ്പിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കറയുള്ള ഭാഗത്തൊക്കെ നന്നായി കൈകൊണ്ടൊന്ന് ഒരുതി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കറ നന്നായിട്ട് പോവുകയും ചെയ്യും. കൂടുതൽ സ്ക്രാച്ചൊന്നും നമ്മുടെ കപ്പിൽ വീഴുകയില്ല. അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് ബേക്കിംഗ് സോഡ യൂസ് ചെയ്തിട്ട് ഒരുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പിലെ കറകളെല്ലാം പോയതായിട്ടാണ് കാണുന്നത്. നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം. കപ്പിലെ മുഴുവൻ കറകളും പോയി കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇത് ഈസി ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ സ്ക്രബൊക്കെ യൂസ് ചെയ്ത് പോക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ചയൊക്കെ പെട്ടെന്ന് ഇല്ലാണ്ടാവും.
അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അരയ്ക്കുമ്പോഴൊന്നും ശരിക്കും നന്നായി അരിഞ്ഞ് കിട്ടാറൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഇതിൻ്റെ മൂർച്ചം കൂട്ടിയെടുക്കാനായിട്ട് പറ്റും. അതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ബ്ലേഡിൻ്റെ മൂർച്ചം പെട്ടെന്ന് തന്നെ കൂട്ടിയെടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ആപ്പിൾ കട്ട് ചെയ്ത് കുറച്ച് സമയം എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറ് പെട്ടെന്ന് മാറാറുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് എല്ലാവരും ആ സമയത്ത് മാത്രമാണ് ആപ്പിൾ കട്ട് ചെയ്യാറുള്ളത്. അങ്ങനെ കളറ് മാറാതിരിക്കാനായിട്ട് നമ്മളൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആ വെള്ളത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിൾ ഇട്ട് കൊടുത്ത് കുറച്ച് സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ കളറ് മാറാതെ നമുക്ക് കുറേ സമയം വെക്കാൻ പറ്റും. നമ്മൾ വെണ്ടയ്ക്ക അരിയുന്ന സമയത്ത് കത്തിയുടെ മുകളിലൊക്കെ ഒട്ടിപ്പിടിച്ച് പോകാനും നമുക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നാരങ്ങയുടെ പീസ് എടുത്ത ശേഷം നമ്മൾ കത്തിയിൽ നന്നായി ഉരതി പിടിപ്പിക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കത്തിയുടെ മുകളിലൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ബട്ടർ കട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ കത്തിയുടെ മുകളിലൊക്കെ ഒട്ടിപ്പിടിക്കാറുണ്ട്. അങ്ങനെ കത്തിയുടെ മുകളിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കണമെങ്കിൽ ബട്ടർ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത സമയത്ത് തന്നെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കത്തിയുടെ മുകളിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞ ബട്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കത്തിയുടെ മുകളിൽ കുറച്ച് ഓയിൽ തടവിയ ശേഷം കട്ട് ചെയ്തെടുക്കുകയാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ നൂല് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യാം. നൂലിൻ്റെ മുകളിലൊന്നും ആവില്ല, ഈസിയാണ്. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ചെറിയ ഉള്ളി തൊലിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒരുപാട് രീതിയിൽ നമുക്ക് തൊലിച്ചെടുക്കാം. അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് തൊലിക്കാനുള്ള ചെറിയുള്ളി എടുത്ത ശേഷം അതൊരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തൊലിച്ചെടുക്കാൻ പറ്റും. അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണ ഒരുപാട് കാലം സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ മാറിപ്പോവാറുണ്ട്, കേട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാനായിട്ട് കുറച്ച് കുരുമുളക് എടുത്തിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ബോട്ടിലിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നമുക്ക് കേടുവരാതെ ഉപയോഗിക്കാൻ പറ്റും. ഇനി നമ്മുടെ ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ റവ നമ്മൾ ഒരു ടിന്നിനകത്താക്കിയിട്ട് ഒരുപാട് കാലം എടുത്ത് വെക്കുന്ന സമയത്ത് അതിനകത്ത് പ്രാണി വരാറുണ്ട്, അതുപോലെ കട്ട പിടിക്കാറുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് വറുത്തെടുക്കൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് വറുത്തെടുക്കാം. ഇനി ഇത് നമ്മളൊരു ടിന്നിലാക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം കേടുവരാതെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.